ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ എന്തെങ്കിലും ഒരു അലിഗേഷൻ ആർക്കെങ്കിലും എതിരെ വന്നാൽ അന്നേരം തന്നെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കേസെടുത്ത് എഫ് ഐ ആർ ഇട്ട് പല വകുപ്പുകളും ചുമത്തി എഫ് ഐ ആർ ഇട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് ക്രൂശിക്കപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഒരാണായാലും പെണ്ണായാലും അവർക്കെതിരെ അലിഗേഷൻ വന്നു കഴിയുമ്പോഴത്തേക്കിനെ അത് തെറ്റാണോ ശരിയാണോ, അവരത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലും അന്വേഷിക്കാതെ ഇതിനെന്തെങ്കിലും ഒരു ഇതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോ എന്ന് പോലും ശരിക്കും അനലൈസ് ചെയ്യാതെ ഒരു പ്രൂഫ് പോലും കണ്ടെത്താതെ പെട്ടെന്ന് തന്നെ കേസെടുക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഫലമായിട്ട് വേദനിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി മാനസികവും ശാരീരികവുമായി വേദനിക്കുന്നു. മാനസിക പീഡനം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പീഡനം തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, അവരുടെ കുടുംബാംഗങ്ങൾ, അവരുടെ പേരൻസ്. ഇപ്പോൾ ഒരു വ്യക്തി കല്യാണം കഴിച്ചതാണെന്നുണ്ടെങ്കിൽ അവൻ പുരുഷനാണെങ്കിൽ അവൻ്റെ ഭാര്യ, മക്കളെ, അതുപോലെ തന്നെ അതൊരു സ്ത്രീ ആണെങ്കിൽ അവരുടെ ഭർത്താവ്, മക്കളെ, ഇങ്ങനെ അവരുടെ മാതാപിതാക്കന്മാരെ, പ്രായമായിട്ടുള്ള മാതാപിതാക്കന്മാരായിരിക്കും. അതുപോലെ അവരുടെ കുട്ടികളെ സംബന്ധിച്ച കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നവരാകാം, കോളേജിൽ പഠിക്കുന്നവരാകാം, കല്യാണം കഴിക്കാൻ ഇരിക്കുന്നവരാകാം. ഇങ്ങനെ പലവിധ ആൾക്കാരാണ് ഈ പ്രശ്നത്തെ ചൊല്ലി വേദനിക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും ഒരു എവിടെയെങ്കിലും അലിഗേഷൻ കേട്ടാൽ ഓടിച്ചെന്ന് കേസെടുക്കാതെ ആ വ്യക്തി അത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചെറിയ രീതിയിലെങ്കിലും ഒന്ന് ഒരു ചെറിയ പ്രൂഫെങ്കിലും കിട്ടിയിട്ട് നിങ്ങൾ കേസെടുക്കുക. അല്ലെങ്കിൽ ആ വ്യക്തിയെ വെറുതെ ഈ പീഡനങ്ങളെല്ലാം ഏറ്റ് അവർ ലാസ്റ്റ് വക്കീലിനെയും കണ്ട് അവർക്ക് ലക്ഷങ്ങളും കൊടുത്തിട്ടാണ് അവർ പിൻവാങ്ങി അവർ സ്വതന്ത്രമാകുന്നത്. അതുവരെ അവരുടെ കുടുംബക്കാരനുഭവിച്ച ആ വേദന അവരാരോട് പറയും? അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ സത്യാവസ്ഥയെങ്കിലും മനസ്സിലാക്കിയിട്ട് വേണം ആൾക്കെതിരെ കേസെടുക്കാനും. അപ്പം അതുപോലെ തന്നെ ഇവർക്കൊരു ചെറിയൊരു അലിഗേഷൻ വന്നാൽ മീഡിയ ആയാലും പെട്ടെന്ന് ലോകം മൊത്തം ഇത് അറിയുകയാണ്. അപ്പോൾ അവർ ഒരു നിമിഷം അനുഭവിച്ച വേദന എന്താണെന്ന് അവർക്ക് മാത്രമേ അറിയൂ. അപ്പം നമുക്കിങ്ങനെ പറഞ്ഞു പോകാം. ഓരോ വ്യക്തിയും ഓരോ വേദന അനുഭവിക്കുമ്പോഴാണ് അത് അവനവന് വരുമ്പോഴാണ് അവരത് അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഇതിനെല്ലാം ഒരു മാറ്റം വരുത്തി കറക്റ്റായിട്ട് തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കുക, നിരപരാധികളെ വെറുതെ വിടുക.